ഈ മനുഷ്യനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുമാതിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് വരരുതെന്ന്. ഹലോ ഹലോ, പാർത്തേട്ടനുണ്ടോ? പാർത്തേട്ടൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സഹായിച്ചുകൊണ്ട് വിവാഹം മംഗള നടന്നു. അത് പിന്നെ അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ. പിന്നെ റോഡിന്റെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നല്ലേ, പോയാ? ഷേ, നീ എന്തോന്ന് പറയുന്നത്? കളിക്കല്ലേ ഇതിപ്പം നീ തരാനുള്ളത്രൊന്നും വരത്തില്ല. ഇരിക്കട്ടല്ലേ. പിന്നെ അടുത്ത ആഴ്ച ഇങ്ങനെ ലേറ്റാന്ന് നിൽക്കണ്ട, ഞാനങ്ങോട്ട് വരും. ഭാര്യയ്ക്കും ഇതുപോലെ ഒരെണ്ണം ഉണ്ടല്ലോ അല്ലേ? പിന്നെ ചുറ്റും ശത്രുക്കളാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അയ്യോ, മഹാദേവ. പണ്ടൊക്കെ മുത്തുച്ചിപ്പിയായിരുന്നു, ഇപ്പം മാതൃഭൂമിയായി. കൊള്ളാല് കളറ് പടങ്ങള്. ഡേയ്, ഒരു ചായ. എവിടെ പോയി കിടങ്ങുന്ന പണ്ട്? ഒരു ചായ. നാടി ആടി. എന്തോന്നിത്? പാലില്ലേ? എന്തോന്നാ പാലില്ലേന്നോ? രാത്രി കള്ളും കുടിച്ച് വന്നിട്ട് അമ്മയുടെ മുലപ്പാല് വരെ ഛർദ്ദിച്ചിട്ട് പാലില്ലേന്ന്. പിന്നെ മുലപ്പാലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്നാ? അല്ല, വല്ലപ്പോഴൊക്കെ മുലപ്പാൽ ശ്രദ്ധിക്കാൻ നല്ലതാന്ന് പറഞ്ഞ. ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, വീട്ടിന് വല്ല ഉപകാരം ഉണ്ടോ? വീട്ടിന് ഉപകാരം, നാട്ടിന് ഉപകാരമില്ല. ആ മുലപ്പാലത്ത് ഇതൊത്തിരി പാച്ചാക്കി തന്നിരുന്നെങ്കിൽ. കട്ടനെങ്കിൽ കട്ടൻ. ദീ പഞ്ചസാര ഇല്ല. ദീ ചായക്ക് പഞ്ചസാര ഇല്ലാന്ന്. പഞ്ചസാര തീർന്നു. പഞ്ചസാര പുല്ല് പുല്ല്. പത്രമെങ്കിൽ പത്രം, പഞ്ചാരയില്ല. 3, 4, 5, 0. 1,87,000. 1,87,000 അവൻ്റെ മാല ശരിയാവില്ലല്ലേ? അവൻ്റെ കുഞ്ഞമ്മയുടെ അരയിലൊരു അരഞ്ഞാനുണ്ടായിരുന്നു, അത് ശരിയാവുമായിരിക്കും. എടേ, ഇതെങ്ങോട്ട് കുട്ടിമറിച്ചോണ്ട് പോണത്? ചേട്ടനോട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചോണ്ട് എനിക്ക് എടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ, അതുകൊണ്ട് ചന്ത വരെ ഒന്ന് പോവാ. ഓ, പിന്നെ നീ അങ്ങോട്ട് പോയി വാങ്ങിച്ചോണ്ട് പോകണമെങ്കിൽ ഞാനിവിടെ പട്ടിണി ഞങ്ങൾ ചത്തു. ഈ ശരീരം പട്ടിണി കിടന്ന് ചാവണമെങ്കിൽ കുറെ കാലം പിടിക്കും. നീ പോയിട്ട് ഇങ്ങോട്ട് വാടി,
എത്രയായിരുന്നു? 1,50,000. മറന്നുപോയില്ല. 1,000 അത് പറ്റൂല. ആ എന്ത് പോണില്ലേ? എന്ത് മിണ്ടൂലേ? മൗനവ്രതത്തിലായിരിക്കും. ചേട്ടനി വീടും പൂട്ടി ചാവി കൊണ്ട് എവിടെയെങ്കിലും പോയാൽ ഞാൻ വന്നിട്ട് പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ചാവി ഞാൻ അങ്ങ് എടുക്കുക. പിന്നെ തൊടലിട്ട് കെട്ടിയ പൊടിച്ചോണ്ടോ നീയാണ് ഇനിയിപ്പം പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. എടി അതെ, രണ്ട് സോഡയും കൂടെ. സോഡ മാത്രം മതിയോ? വാങ്ങിച്ചോണ്ട് വരുമെന്ന് പോ മനുഷ്യ. എവിടെ കേൾക്കാൻ? 1546. ഇവളിതുവരെ പോയില്ലേ? ഡാർക്ക് കിടന്ന് ഇത്ര മുട്ടുന്നത് ഞാനെങ്ങും പോണില്ല. ഇത് ഞാൻ ഇപ്പോ ടിങ്ടോങ് ഒന്നും ഇപ്പം ഇങ്ങോട്ട് പറയണ്ട. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, എനിക്കാണെങ്കിൽ താല്പര്യവും ഇല്ല. ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇങ്ങോട്ട് വേണ്ട, തൽക്കാലം വയ്ക്കൂ. എന്താ പാർത്ഥ ഇത്? ഞാനൊന്നും വിൽക്കാമെന്നല്ല. പിന്നെ പാർത്ഥം വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ഞാൻ വിളിച്ചു വരുത്താ? എനിക്കെന്നെ തലക്ക് ഓളമല്ലേ നിന്നെ വിളിച്ചു വരുത്താൻ? പോടാ. പാർത്ഥൻ എന്നും ആരെയാ വിളിക്കാറ്? ആരെയാ വിളിക്കാറെന്ന്? അല്ല, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അവളായിട്ട് ഇപ്പം ഒരു ബന്ധമില്ല. അവളിപ്പം ഞാൻ വിളിക്കാറുമില്ല. അവളെനിക്ക് തോന്നുന്നു ഇപ്പോൾ രാത്രി 12 മണിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. ഞാനിപ്പോൾ അവൾ വിളിക്കാറില്ല. എന്താണ് പാർത്ഥ ഇത്? സീമയുടെ അല്ലേ? അതൊക്കെ ഞാൻ പറയാം. പാർത്ഥന്റെ പ്രാർത്ഥനയിൽ പ്രീതിപ്പെട്ടല്ലേ ഞാൻ വന്നത്? പ്രാർത്ഥനയിൽ പ്രീതി വെച്ചാൽ താനാര്? ദൈവവും ആണ്. ഞാൻ ദൈവമാണ്. ദൈവമാണെന്നേ. ഓക്കെ, ദൈവമല്ലേ? വാടോ, അകത്ത് വാ, സംസാരിക്കാം. വാ. ചെരുപ്പ് അവിടെ ഊരിട്ടോ. എൻ്റെ വായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഐഡിയ കൊള്ളാം. ഇതുപോലെ ഇപ്പം എനിക്കും കുറച്ച് ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഇന്നോവേറ്റീവായിട്ട് എൻ്റെ ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? അതാണ് എനിക്കറിയുന്നത്. പാർത്ഥൻ ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? താൻ ഇപ്പോഴും ആ ഹാങ് ഓവർ നിൽക്കുകയാണോ? അത് വിട്, ആ സംഭവം വിട്. നമുക്ക് ബിസിനസ് സംസാരിക്കാം. പാർത്ഥ, ഞാൻ ദൈവമാണ്. താണ്ട കാറ്റി ഇരുത്തിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് തിരിച്ചിറക്കി വിടാനും അറിയാം. പാർത്ഥന് ഞാൻ എങ്ങനെയാണ് തെളിയിച്ചു തരേണ്ടത്? അപ്പം നിർത്ത്. ഇപ്പം എന്താണ്? ദൈവമാണ് അല്ലേ? അപ്പം ദൈവം ആകുമ്പോഴത്തേക്ക് ഒരുപാട് മറ്റ് പവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ആ ഒരു കാര്യം ചെയ്യും. ഞാൻ എൻ്റെ ഭാര്യയോട് ഇന്ന് രാവിലെ ആദ്യമായി എന്താണ് പറഞ്ഞത് ഒന്ന് പറയാവോ? എന്ത് പറ്റൂലേ? പാർത്ഥനിങ് വന്നേ. എന്ത്? പറ. എൻ്റെ ഭാര്യയുടെ സ്വഭാവം അറിയാന്നുള്ള എല്ലാവർക്കും ഇതൊക്കെ ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. പാർത്ഥനെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കേണ്ടത്? ഒരു കാര്യം ചെയ്യും. ഇതിൻ്റെ പാസ്വേഡ് ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. താൻ ദൈവമാണെങ്കിൽ ഈ പാസ്വേഡ് ഒന്ന് അൺലോക്ക് ചെയ്യും. പാർത്ഥൻ എന്നെ ഇതുവരെ വിശ്വാസമായില്ല. ഇതിൻ്റെ പാസ്വേഡ് ഫിംഗർ പ്രിൻ്റ് അല്ലേ? ആണെങ്കിൽ വെച്ചോളൂ. എന്താ, ശരിയല്ലേ പാർത്ഥ? പാസ്വേഡ് എന്താ പാർത്ഥ? പേടിക്കണ്ട. ഞാൻ പാർത്ഥൻ ചോദിക്കുന്ന ഭാരമൊക്കെ തരാനാണ് വന്നത്. ശരിക്കും ദൈവം? അതേ പാർത്ഥ, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനായി. ഏത് നമ്മുടെ സീരിയലൊക്കെ കാണുന്ന വരൂ? പിന്നെ അല്ലാതെ. അയ്യോ, എനിക്കാ? പാർത്ഥനൊരു കാര്യം ചോദിച്ചു. ഒരു വരൂ. അയ്യോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണേ. പിന്നെ ഏത് പറയൂ? അങ്ങനെയാണെങ്കിൽ പാർത്ഥനൊരു 5 മിനിറ്റ് ഞാൻ തരാം. 5 മിനിറ്റാ? അയ്യോ, 5 മിനിറ്റ് കുറഞ്ഞു പോയി. 5 മിനിറ്റ് ഇല്ലേ? സമയം തുടങ്ങി. അയ്യോ, ഞാൻ പറയാം. അതായത് നമ്മുടെ ആ കവടിയാർ ഏരിയയില് ഞാൻ കുറച്ച്
വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച GST ഒക്കെ വന്നതിന് ശേഷം വസ്തുവിന്റെ വിലയൊക്കെ കുതിച്ചു വരുമെന്ന്. പക്ഷെ ഒന്നും ഞാൻ അങ്ങോട്ട് ഉദ്ദേശിച്ച കണക്ക് അങ്ങോട്ട് വന്നില്ല. അതിന്റെ വില ഒരു 4 ഇരട്ടി വർദ്ധിക്കണം. അതാണ്. പിന്നെ എൻ്റെ ഭാര്യയില്ലേ, ഇനി അവളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തൊല്ലയാണ്, 24 മണിക്കൂറും തലവേദനയാണ്. അതുകൊണ്ട് അവളെ എനിക്കൊന്ന് ഒഴിവാക്കി തരാം. ശല്യം ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയ ഒന്നിനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ ശല്യം വേണ്ട. പിന്നെ എൻ്റെ മോൻ, അത് ആള് എന്നെ പോലെയാണ്, പഠിക്കാനൊക്കെ കുഴപ്പമില്ല. അപ്പോഴേ അവന് നല്ല അഡ്മിഷൻ ഒന്നുമില്ല. ഇപ്പോൾ പോകുന്ന സ്കൂളിലെ ഒരു സ്റ്റാറ്റസ് ഒന്നുമില്ല. അവന് കേന്ദ്ര വിദ്യാലയം 8ാം ക്ലാസ് തൊട്ട് ഒരു അഡ്മിഷൻ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പിന്നെ പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പട്ടി മൈൻഡ് ചെയ്യില്ല. എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു 500 പെമ്പിള്ളേർ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻ്റൊക്കെ ആവശ്യം പോലെ വന്നോട്ടെ, കുഴപ്പമില്ല. അയ്യോ തീരാറായ. പിന്നെ ഒരു ഇത് ചെറിയ വീടായിപ്പോൾ എനിക്ക് കുറച്ച് ശാന്തതയൊക്കെ കിട്ടുന്ന ഒരു വലിയ വീട് വേണം. അയ്യോ ഇനി സമയം വേണ്ട. അയ്യോ സമയം കഴിഞ്ഞു. ഒറ്റ വരം. എൻ്റെ ഇപ്പോഴത്തെ വണ്ടി തീരെ ചെറുതായിപ്പോയി. എനിക്കൊരു വലിയ കിടന്നൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു വണ്ടിയും കൂടെ വേണം. അത്രയും തീർന്നാ കഴിഞ്ഞു. എൻ്റെ ഒരു 4-5 കിടിലം ആഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടാ. ഇത് എപ്പോഴത്തേക്ക് ശരിയാവും? ഞാൻ ഇപ്പൊ സാധിച്ചു തരാം. ഇപ്പൊ ശരിയാവും? പിന്നല്ല. ഓക്കെ. അപ്പൊ എങ്ങനെയാ വന്നിട്ടൊരു ചായ പോലും കുടിച്ചില്ല. അവളാണെങ്കിൽ ആ സമയം നോക്കി, ആ ദൈവം വന്ന സമയം നോക്കി ആ ചന്തയിൽ എവിടെ പോയി. അവൾക്കാണെങ്കിൽ ഒരു കൃത്യനിഷ്ഠയില്ലെന്ന്. എനിക്കും ഒരുപാട് സമയമില്ല പാർത്ഥ. എന്നാ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഇത് എപ്പോഴത്തേക്ക് ശരിയാക്കി തരും? അതൊക്കെ ശരിയാക്കി തരാം. പക്ഷേ പാർത്ഥനും വരണം എൻ്റെ കൂടെ. എവിടെ വരണമെന്ന്? അങ്ങ് യമപുരിയിലേക്ക്. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയേ. പാർത്ഥന്റെ ഈ വരങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ, ഇപ്പൊ പാർത്ഥന് ഇതിനേക്കാൾ വലിയൊരു വീട് വേണമെങ്കിൽ ആ വീട് യമപുരിയിലുണ്ട്. എനിക്ക് യമപുരി ഒന്നും വേണ്ട, എനിക്ക് ഇവിടെ മതി. പാർത്ഥന് കിടന്നു പോകുന്ന വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ? വണ്ടി വേണം. പാർത്ഥ ആംബുലൻസ് ഉണ്ട്. ഇതെന്തൊക്കെ പറയുന്നത്? അത് പിന്നെ അതൊക്കെ പോട്ടെ. പാർത്ഥന് ഭാര്യ വേണ്ട. പാർത്ഥനോട് ഇഷ്ടം പോലെ തോഴിമാരുണ്ട്. എനിക്ക് യമപുരി പോയി തോഴി വേണ്ട, എനിക്ക് എന്റെ ഇവിടത്തെ ഭാര്യ മതി. പാർത്ഥന് ഞാൻ വരങ്ങൾ തന്നുപോയി. എന്റെ കൊച്ചിന്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചു. അഡ്മിഷനൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണ്. പാർത്ഥൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കൊണ്ട് മോൻ അടുത്ത ആഴ്ച തന്നെ സ്കൂളിലൊരു അഡ്മിഷൻ കിട്ടും. പറ്റൂല, എനിക്ക് എന്റെ ലൈക്ക് ഫേസ്ബുക്ക്. പാർത്ഥൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പാർത്ഥന്റെ മോൻ ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടും. അതിന് 500 അല്ല 1000 ലൈക്ക് വരെ കിട്ടും. ഇങ്ങനൊന്നും പറയരുത്. എനിക്ക് എന്റെ ഭാര്യക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പാർത്ഥന്റെ ഭാര്യയോ? പാർത്ഥനൊരു കാര്യം അറിയോ? പാർത്ഥന്റെ ഭാര്യ പാർത്ഥന് വേണ്ടി ഇന്ന് രാവിലെ എന്താണ് പ്രാർത്ഥിച്ചെന്നറിയോ? എന്റെ ദീർഘായുസിന് വേണ്ടി അവൾ എന്തും പ്രാർത്ഥിക്കും. ഇതൊന്ന് കേട്ടെ. എവിടെ ഈശ്വരാ, ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കിയാണല്ലേടി. ഞാനൊന്ന് എനിക്ക് പോണ്ട, എനിക്ക് മരിക്കണ്ട. സ്വപ്നായിരുന്ന കട്ടൻ ചായ പാലില്ല. എന്താ ലക്ഷ്മി ഇത്? പാലാണോ വലുത്? അല്ലേ? എന്താ ലക്ഷ്മി, എനിക്ക് ചായ ഇട്ട് തന്നില്ലേ? എനിക്കത് പോരെ. പഞ്ചസാര ഇല്ല. ഗുഡ്. പഞ്ചസാര ഷുഗർ ഉണ്ടാക്കും. നീ ഇപ്പം പാലൊന്നും കുടിക്കാറില്ലേ?
മെലിഞ്ഞു പോയല്ലേ? പാലക്കെട്ട് ചായക്കെട്ട് കുടി. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. കട്ടൻ ചായയുടെ കട്ടൻ ന്യൂസ്. മോള് എവിടെ പോവാ? ചന്തയിലേക്ക്. ഞാൻ ഇവിടെ ഉള്ളപ്പോഴാ? ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. എടുക്കും മോളെ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇത്രയും നാളും ഞാൻ തന്നെയല്ലേ പോയിരുന്നേ, പിന്നെന്താ? അപ്പോൾ ഒരു കാര്യം ചെയ്, മോളിപ്പോൾ ചന്തയിൽ പോ. അപ്പോഴത്തേക്കും ചേട്ടൻ ഇവിടെ മൊത്തം വൃത്തിയാക്കി വെക്കാം. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. പോയാ ഓ ചായ ന്യൂസ്, ന്യൂസ് ചായ. പീഡനമാണല്ലോ ഈശ്വര. അതെ, താക്കോല് മറന്നല്ലേ? എങ്ങനെ മനസ്സിലായി? മനസ്സിലാവും, താക്കോൽ അവർക്ക്. ഈശ്വര, ഞാൻ അതെ, ആരെങ്കിലും വരൂ. എന്തിന്? ആര് വരാൻ? പോകുമ്പം കഥ നല്ലോണൊന്ന് കുറ്റിയിട്ടേരെ. ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല, ഒന്ന് ഉറങ്ങിയാ മതി. എന്നേക്കുമായി അവൻ എന്നെ ഉറക്കും. ഈശ്വര, എല്ലാം അതുപോലെയൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത്. ആരും വരരുതേ, വരൂലായിരിക്കും. ബെല്ല് കേൾക്കരുത്, ബെല്ല് കേൾക്കരുത്, ബെല്ല് കേൾക്കരുത്. ഗുഡ് മോർണിംഗ് സാർ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ.